ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കേരള സദ്യയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവമാണ്. അതായത് കൂട്ടുകറി. കടലയും കായ്കറികളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ സ്വാദിഷ്ടമായ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല, അതായത് ഞാനിവിടെ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി, അതിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോഴൊക്കെ, അപ്പോൾ അതൊക്കെ കഴുകി 3-4 തവണ കഴുകണം കേട്ടോ. അങ്ങനെ കഴുകി മാറ്റി വെച്ച കടല എടുത്ത് കുക്കറിൽ വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 വിസിൽ വരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അത് വിസിൽ വരുത്തണം. ഞാൻ ഇപ്പോഴും ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്താൽ അതങ്ങനെ വേവത്തില്ല എന്നൊക്കെ പറയുന്നതൊക്കെ, അതുകൊണ്ട് ഞാനിങ്ങനെ ഇതുവരെ ഉപ്പിട്ട് വേവിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ കടല മാത്രം എടുത്ത് വേവിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു 4 വിസിലാകുമ്പോഴേക്കും നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ആ കടല ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ആ കുക്കറിലേക്ക് തന്നെ ആ ഒരു കടലയുടെ വലിപ്പത്തിൽ തന്നെ മുറിച്ച് വെച്ച കായ, പച്ചക്കായാണ്, നേന്ത്രക്കായ, പിന്നെ ഒരു കഷ്ണം ചേന, രണ്ടും ഈക്വലായിട്ടാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അങ്ങനെ കായും ചേനയും കൂടി വീണ്ടും അത് രണ്ടും മാത്രം എടുത്ത് വിസിലെടുത്തേക്കും. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വെള്ളവും ആഡ് ചെയ്തിട്ട് അതും ഒരു 2-3-4 വിസിൽ വരുത്തിച്ചു. അങ്ങനെ അത് അടുപ്പിൽ വെക്കുന്ന ആ ടൈമിൽ, ഗ്യാസിൽ വെച്ച ടൈമിൽ ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കിയാണ്. ഇവിടെ തേങ്ങയും ജീരകവും കറിവേപ്പിലയാണ് ഞാൻ എടുത്തേക്കുന്നത്. സാധാരണ വറുത്തിട്ടൊക്കെ എടുക്കും കേട്ടോ, ഞാനിത് ജസ്റ്റ് പച്ച തേങ്ങയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ വെന്ത് വന്ന ചേനയും കായയിലേക്ക് ഞാൻ നേരത്തെ വെച്ച കടലയും കൂടി ആഡാക്കി അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വീണ്ടും ഒരു വിസിൽ കൂടി വരുത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അത് രണ്ടും കൂടി മിക്സ് ആവുമല്ലോ. അങ്ങനെ അത് രണ്ടും കൂടി ഇട്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ആഡാക്കുന്നത്. കാരണം വെച്ചാൽ രണ്ടും 3 കൂടി ഒപ്പരം ഇതായല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഞാൻ കുറച്ച് എണ്ണറും നല്ല മത്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും വറുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് രണ്ടും വെച്ചതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് അതിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് യോജിപ്പിച്ചതിന് ശേഷം അത് കുറച്ചൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ അതിലേക്കിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അത് വറ്റി വരുന്നവരെ ഞാനൊന്ന് വെച്ചു കേട്ടോ. അതിനുശേഷം ഇതിന് ആവശ്യമായ വറുത്തിടേണ്ട വറവ് കൂടി നമുക്കിതിലേക്ക്, അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുകും പിന്നെ ഉലുവയല്ല കേട്ടോ, ഉഴുന്നിട്ട, സോറി. അങ്ങനെ ഉഴുന്ന് കൂടി ആഡാക്കിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് അഥവാ വറ്റൽമുളക് കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് അത് നല്ലോണം ഒന്ന് പൊട്ടി, കടുകൊക്കെ പൊട്ടി നമ്മുടെ ഉഴുന്നൊക്കെ ഒരു ഗോൾഡൻ കളറായതിന് ശേഷം അതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം തേങ്ങയും നല്ലോണം ഗോൾഡൻ കളറാവണം കേട്ടോ. അങ്ങനെ തേങ്ങയും നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അങ്ങനെ കുറച്ച് എണ്ണയൊക്കെ പാർന്ന് അത് നല്ല കണ്ട ഈ ഒരു ഗോൾഡൻ കളറാവണം. അപ്പം അതിലേക്ക് ഞാൻ നേരത്തെ കറി വെച്ചല്ലോ, അതിലേക്ക് ഞാൻ ഈ വറവ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര സിമ്പിളാണെന്നറിയോ ഇത്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു. ആ വറവൊക്കെ മൊത്തത്തിൽ എല്ലായിടും എത്തണമല്ലോ. അങ്ങനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ചൂട് ചോറും പിന്നെ നേരത്തെ കണ്ടായിരുന്നല്ലോ ആ മീൻ വറുത്തത്, പിന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ടേസ്റ്റി കൂട്ടുകറി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു കോംബോ ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.